നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ടുള്ള ട്രിപ്പിന്റെ തേർഡ് പാർട്ടാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ഏകദേശം സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് പൂവാറിലേക്കാണ്. ഇത്രയും സമയം വരെ കട്ട വെയിലായി. പക്ഷേ പൂവാർ ബോട്ടിംഗ് എന്ന് കേട്ടപ്പോഴേ ശക്തമായിട്ടുള്ള മഴ അങ്ങ് തുടങ്ങി. മഴയത്ത് ബോട്ടിങ്ങിന് പോകാൻ പറ്റുമോ എന്നുള്ള ചിന്ത വരെ നമ്മുടെ വണ്ടിക്കകത്തുള്ള ആൾക്കാർ പ്രകടിപ്പിച്ചു. അങ്ങനെ പൂവാറിലെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ ഒരു കുടയെടുത്ത് വെളിയാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഉണ്ടപ്പോൾ ഞാൻ സത്യമായിട്ട് ഞെട്ടിപ്പോയി. നല്ല പെരുമഴ സമയത്ത് നമ്മുടെ ചെറുക്കൻ ഇങ്ങനെ നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, എന്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയായിരുന്നു. അങ്ങനെ ലുക്കിനെ കുറിച്ച് തള്ളിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാർ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് കയറിപ്പോയി. ഈ പെരുമഴയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ കൊണ്ടെങ്കിൽ നമ്മുടെ ചെറുക്കന്റെ ലുക്ക് അത് വേറെ ലെവലായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ വന്ന ഹിന്ദിക്കാര് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന വണ്ടിയിൽ കയറിയപ്പോൾ മഴ തീർന്നു. പിന്നെ നമ്മൾ പൂവാറിന്ന് ബൈപ്പാസ് കയറി നേരെ പോകുന്നത് കോവളത്തേക്ക്. ബൈപ്പാസിൽ കയറിയതും ലൈലൻഡിന്റെ പവർ കാണിച്ചു തുടങ്ങി. അധികം ബ്ലോക്കിലൊന്നും പെടാതെ തന്നെ നമ്മൾ നേരെ കോവളത്തെത്തി. കോവളത്ത് തിരക്കൊന്നും കാണലേ എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയതെങ്കിൽ നമ്മുടെ പ്രതീക്ഷ ഇവിടെയും തെറ്റി. അങ്ങനെ തെറ്റിയ പ്രതീക്ഷ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. നമ്മുടെ ഹിറ്റ്ലർ ബസ്സിന്റെ മുതലാളി ഹിറ്റ്ലർ മാധവൻ കൂട്ടിച്ചാട്ടം നമ്മുടെ വീഡിയോ എടുത്തോണ്ട് ദാ നിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ പുള്ളിക്കാരൻ ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ? അങ്ങനെ ഹിറ്റ്ലർ ബസ്സിനെ വായി നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഉദയന്നൂറിന്റെ മുതലാളി നമുക്ക് ചായ വാങ്ങിച്ചു. അങ്ങനെ കിടന്ന ഒരു ചായയും കുടിച്ച് നമ്മുടെ ആൾക്കാർ ഒന്ന് വണ്ടിയിൽ കയറിയപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ റൂമിലേക്ക് പോവുക. അങ്ങനെ ഇന്നത്തെ സ്ഥലങ്ങൾ കാണുന്ന പരിപാടി മൊത്തം ഇവിടെ തീർന്നു. ഇനി ഇവരെ ഇവരുടെ റൂമിൽ കൊണ്ടുവിടുന്നതോടെ നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് തിരശ്ശീല വീട്. എന്നിട്ട് രാവിലെ 6 മണിക്ക് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അതോടുകൂടി ഈ ട്രിപ്പിന് പരിസമാപ്തി ഉണ്ടാകും. അങ്ങനെ ആൾക്കാരെ കൊണ്ട് റൂമിൽ ഇറക്കിയപ്പോഴാണ് നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ ചേട്ടന് ഷേക്കൻ്റെ കൊടുക്കുന്നത് കണ്ടത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ വണ്ടികൾ കൊണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ക്യാമ്പ് ഫയർ തുടങ്ങി കിടന്നു ഉറങ്ങി.